ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ടെലഗ്രാമിലേക്ക് ഓട്ടോ ക്യാപ്ഷൻ ബോട്ട് ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ബോട്ട് ഏതെന്ന് വെച്ചാൽ വെർഷൻ 1 ആണ്, വെർഷൻ 2 ഒന്നല്ല. പബ്ലിക് യൂസ് അല്ല, പ്രൈവറ്റ് യൂസാണ് ഈ ഒരു ബോട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാവുന്ന സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സപ്പോർട്ട് ഗ്രൂപ്പിലേക്ക് വരാം. സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെലഗ്രാമിൽ ഞങ്ങളുടെ ഒരു ചാനലുണ്ട്, ബോട്ട് അപ്ഡേറ്റ്സ് ആയിട്ട്. അതിലേക്ക് ജോയിൻ ആകാൻ താല്പര്യമുണ്ടാകും മച്ചാമറൊന്ന് ജോയിൻ ആവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ റിപ്പോ എന്ന ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, റിപ്പോ എന്ന ലിങ്ക് ഓപ്പൺ ചെയ്തിട്ടാണെങ്കിൽ നേരെ ഗിറ്റബ് വെബ്സൈറ്റിലേക്ക് എത്തും. ഗിറ്റബ് ലോഗിൻ ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല. ഓക്കെ, ഇങ്ങനെ നേരെ കുറച്ച് താഴോട്ട് കയറാം. താഴോട്ട് കണ്ടാൽ ഇവിടെ കാണാൻ സാധിക്കും ഡിപ്ലോയ് ടു ഹീറോക്കു എന്നൊരു സംഭവം. ഓക്കെ, ആ ഒരു ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യാം. ആ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഹീറോക്കു നിർബന്ധമായിട്ട് ലോഗിൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹീറോക്കുൽ ലോഗിൻ ചെയ്യാത്ത നിങ്ങൾക്ക് ഹീറോക്കുൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റത്തില്ല, ഹോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നേരെ ഹീറോക്കുലേക്ക് എത്തും. ഹീറോക്കുലേക്ക് എത്തിയതിന് ശേഷം ഇവിടെ ആപ്പ് നെയിം ചോദിക്കുന്നുണ്ട്. ആപ്പ് നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആപ്പ് നെയിം കൊടുക്കാം. ആപ്പ് നെയിം കൊടുക്കുമ്പോൾ ബിഗ് ലെറ്ററിൽ കൊടുക്കാൻ പറ്റത്തില്ല, സ്മോൾ ലെറ്ററിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, എന്ത് പേരാണെന്ന് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ റെഡിൽ കത്തുന്നുള്ളത്, അപ്പോൾ എപ്പോഴാണ് അവിടെ ഗ്രീൻ കത്തുന്നത്, ഓക്കെ പച്ച കളർ എപ്പോഴാണ് അവിടെ കത്തുന്നത്, അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പ് നെയിം സക്സസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. റെഡ് കത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു ആപ്പ് നെയിം വെച്ചിട്ട് ഒരു ബോട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ബോട്ട് ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പോൾ റെഡാണ് ഇവിടെ കാട്ടിക്കുന്നുള്ളത്. ഓക്കെ, ഞാൻ വേറൊരു പേര് കൊടുത്തു. ഓക്കെ, അവിടെ ഗ്രീനാണ് കാണുന്നുള്ളത്. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴെ കാണാൻ സാധിക്കും API ഹാഷ്, അതുപോലെ തന്നെ API ID. ഓക്കെ, തൊട്ട് താഴെ API IDയിൽ കാണാൻ സാധിക്കും. ഇത് രണ്ടും ഒരു ബോട്ടിൽ നിന്നാണ് എടുക്കുന്നുള്ളത്. ആ ബോട്ട് എല്ലാ മച്ചാമാർക്കും വർക്കാവേണ്ടിയിട്ടില്ല. വർക്കാവാത്ത മച്ചാമാരുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ പോയിട്ട് എടുക്കാം. ഓക്കെ, പിന്നെ ഞാൻ API ഹാഷ് എടുക്കുന്നൊന്നും കാട്ടിച്ച് തരുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ വീഡിയോത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ പോയിട്ട് API ഹാഷ് എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോ പോയിട്ടൊന്ന് കണ്ടിട്ട് API ഹാഷ് API ID എടുക്കാം. തൊട്ട് താഴെ കാണാൻ സാധിക്കും ബോട്ട് ടോക്കണായിട്ട്. ഓക്കെ, ബോട്ട് ഫാദറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മച്ചാമാരും ബോട്ട് ഫാദറിൽ പോയിട്ട് പുതിയൊരു ബോട്ട് ക്രിയേറ്റ് ആക്കാം. ഓക്കെ, പുതിയൊരു ബോട്ട് ക്രിയേറ്റ് ആക്കാൻ അറിയുന്നില്ലെങ്കിൽ ഈ ഒരു വീഡിയോ നോക്കിയാൽ മതി. വീഡിയോ കാണിച്ചിരുന്നുണ്ട് ബോട്ട് എങ്ങനെ ക്രിയേറ്റ് ആക്കാനായിട്ട്. പിന്നെ ബോട്ട് ക്രിയേറ്റ് ആക്കുന്നതിന് കൂടുതൽ അറിവുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു മച്ചാമാർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വീഡിയോത്തിൻ്റെ ലിങ്ക് കൊടുക്കുക. ഒരു വീഡിയോത്തിൻ്റെ 2 വീഡിയോത്തിൻ്റെ ലിങ്ക് കൊടുക്കുക. ഓക്കെ, ആ 2 വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് ബോട്ട് ക്രിയേറ്റ് ആക്കാം. പിന്നെ ബോട്ട് ഇഷ്ടമുള്ള പോലെ ഒന്ന് കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ബോട്ടിന് ഒരു പേര് കൊടുത്തതിന് ശേഷം ഒരു യൂസർ നെയിം ചോദിക്കുന്നുണ്ട്. യൂസർ നെയിം കൊടുക്കുന്നതിന് മുമ്പ് കൊടുത്തതിന് ശേഷം ഏറ്റവും അവസാനം ബോട്ടെന്ന് ചേർക്കാൻ മറക്കരുത്. ഓക്കെ, ബോട്ടെന്ന് ചേർക്കണം. ഓക്കെ, ബോട്ടെന്ന് ചേർത്തിട്ട് നമ്മുടെ ബോട്ട് ടോക്കൺ ഇവിടെ കാണാൻ സാധിക്കും. ബോട്ട് ടോക്കൺ ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് ബോട്ട് ടോക്കണിൻ്റെ അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തതായിട്ട് കസ്റ്റം ക്യാപ്ഷനാണ്. ഓക്കെ, കസ്റ്റം ക്യാപ്ഷൻ്റെ അവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കസ്റ്റം ക്യാപ്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒറിജിനൽ ഫയൽ നെയിം വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഇവിടെ കാണാൻ സാധിക്കും 2 ബ്രാക്കറ്റിനുള്ളിൽ ഫയൽ _ നെയിം. ഓക്കെ, ആ 2 ബ്രാക്കറ്റോടെ ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, ബ്രാക്കറ്റ് ഉൾപ്പെടെ ഒന്ന് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനത്തെ ഫോണ്ടാണ് വേണ്ടത് അതിൻ്റെ ഒരു ഫോർമാറ്റ് വെച്ചിട്ട് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ മോണോ ടൈപ്പാണ് ഇപ്പോൾ ഞാൻ ഇവിടെ യൂസ് ആക്കുന്നുള്ളത്. മോണോ ടൈപ്പാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഓക്കെ, ആ ഒരു കോമ വെച്ചിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ എൻ്റർ 2 സ്പേസ് വിട്ടതിന് ശേഷം ഞാനിവിടെ അടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ട ഒരു ക്യാപ്ഷൻ കൂടി സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ബൈ MoTech എന്ന് ക്യാപ്ഷൻ സെറ്റാക്കി കൊടുക്കുകയാണ്. ഓക്കെ, എൻ്റെ ഡിപ്ലോയ് ആപ്പിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഡിപ്ലോയ് ആപ്പിലേക്ക് ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ കുറേ മച്ചാമാർക്ക് ഒരു എറർ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ആ ഒരു എറർ എങ്ങനെ ഫിക്സ് ആക്കാൻ ഞാൻ നേരത്തെ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്കൊരു എറർ കാണിച്ചതിൻ്റെ ഒരു ഫോട്ടോ, ഈ ഫോട്ടോത്തിലുള്ള എററാണ് ഇപ്പോൾ കൂടുതൽ മച്ചാമാർക്കും വരുന്നുള്ളത്. ഓക്കെ, ആ ഒരു വീഡിയോ പോയിട്ട് കണ്ടിട്ട് ഒരു എറർ ഫിക്സ് ആക്കിയാൽ മതി. അപ്പോൾ ഈ ബോട്ട് ഡിപ്ലോയ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഡിപ്ലോയ് ആയി കിട്ടും, വലിയ പണിയൊന്നുമില്ല. ഓക്കെ, ഡിപ്ലോയ് ആയിട്ടുണ്ട്. ഓക്കെ, മാനേജ് ആപ്പിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. മാനേജ് ആപ്പിലേക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്താക്കുന്നത് വെച്ചാൽ ഓക്കെ, ഈ രണ്ടാമത്തെ ഒരു ഓപ്ഷനിലേക്ക് വരാം. എൻ്റെ പൈത്തൺ വർക്കർ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുന്നതിൽ നമുക്ക് നല്ല കുറച്ചും കൂടി ബെനിഫിറ്റ് ഒന്നുമില്ല, എന്നാലും നല്ലതാണ്. ഒരു രസത്തിന് വേണ്ടിയിട്ട് ഓൺ ഓഫ് ആക്കി കളിച്ചാൽ മതി. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും ലോക്സിൽ പോയാൽ ടെലഗ്രാം AutoCaption വെർഷൻ 1 ബോട്ട് സ്റ്റാർട്ടഡ്. ഓക്കെ, ബോട്ട് ക്രിയേറ്റഡ് ബൈ, പിന്നെ ഒരു ലിങ്കും ഉണ്ട്. അതിങ്ങനെ നോക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ,
ബോട്ട് ഫാദർ ലാൻഡിങ് ഉണ്ടാക്കിയ ബോട്ടിൽ കയറ്റി ഒന്ന് സ്റ്റാർട്ട് അടിച്ച് കൊടുക്കാം. എൻ്റെ ആഡ് ടു യുവർ ചാനലുണ്ട്, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ചാനലിലേക്ക് പോയിട്ട് ബോട്ടിനൊന്ന് ആഡാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അഡ്മിൻ അല്ലെങ്കിൽ ഓണറായ ചാനലിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിനെ ആഡാക്കാൻ പറ്റത്തുള്ളൂ, അല്ല നിങ്ങൾക്ക് പറ്റത്തില്ല. ഓക്കെ, ഈ ഒരു ചാനലിലേക്ക് എനിക്കിവിടെ പറ്റുന്നില്ല, സംഭവം ഇങ്ങനെ ആഡാക്കുന്നുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞൂടാ. ഓക്കെ, ഞാൻ വേറൊരു രീതിയിലൊന്ന് നോക്കാണ്. ഓക്കെ, ചാനലിലെ ബോട്ടിൻ്റെ യൂസർ നെയിം ഒന്ന് കോപ്പി ചെയ്തെടുക്കുകയാണ്. എന്നിട്ടായിട്ട് ചാനലിൻ്റെ അതിൽ പോയിട്ട് ഒന്നും കൂടി ചാനലിൽ പോയിട്ട് ആഡാക്കി കൊടുക്കുകയാണ്. ഓക്കെ, പ്രൈവറ്റ് ചാനൽ എന്ന ചാനലിൽ പോയിട്ടാണ് ഇപ്പോൾ ഞാൻ ബോട്ടിനെ ആഡാക്കുന്നുള്ളത്. ഓക്കെ, ആഡാക്കിയതിന് ശേഷം എന്താക്കുന്നത് വെച്ചാൽ ഒരു 2-3 ഫയലൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ 2-3 ഫയലൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഓരോരു ഫയലായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇപ്പോൾ ഇവിടെ ഒരു ഫയൽ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഫയലിൻ്റെ നെയിം ഇവിടെ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും ചെയ്യാം. ബൈ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട്, വീണ്ടും കാണാം.